ഹലോ, അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടോ. ഇനി നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് സെയിൽ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒരു കോംബോ വീഡിയോ ഞാൻ ഓൺ റൂട്ടിൻ്റെ കോംബോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് നാടൻ റോസ് വേണം, പിന്നെ ചെറിയ വിലയുടെ റോസൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു കോംബോ കൊണ്ടുവന്നിട്ടുള്ളത്. ഓൺ റൂട്ട് റോസൊക്കെ അവൈലബിൾ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലുള്ള കോംബോ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു 3 വെറൈറ്റിയേ കിട്ടിയിട്ടുള്ളൂ, അത് ഞാൻ കോംബോയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സെയിൽ വീഡിയോ കാണുമ്പോൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന റോസിനെ പറ്റി ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, കോൾസ് വഴി ഓർഡർ എടുക്കുന്നില്ല കേട്ടോ. കോൾസ് വഴിയല്ല, അത് ഓൾറെഡി നമ്മൾ ഗാർഡൻ തുടങ്ങിയപ്പോൾ തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ കോളുകൾ പ്ലാൻസ് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോൾസ് വഴി ഞാനിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്താലും എനിക്ക് കൃത്യമായിട്ട് ഏത് റോസാണ് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. വാട്സപ്പ് വഴി ആകുമ്പോൾ കറക്റ്റായിട്ട് പിക്കുകൾ തരികയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അവിടെ ഓർഡർ പ്ലേസ് ആവുന്നത് കേട്ടോ. അപ്പോൾ കോൾ വഴി ഓർഡർ എടുക്കുന്നില്ല, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കുക. അതും അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിലിടുന്ന ഫോട്ടോസ് ഡയറക്റ്റ് നമ്മുടെ പേഴ്സണൽ മെസ്സേജ് ഇട്ട് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു വലിയ ട്രീ റോസാണ്. വളരെ വലിപ്പമുള്ള ഒരു റോസാണ് കേട്ടോ. ഇത് വാണ്ടഡ് എന്ന് പറഞ്ഞൊരു റെഡ് റോസ് വെറൈറ്റി ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുക്കമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഹാർട്ട്സ് എന്നും അതുപോലെ വാണ്ടഡ് എന്നും ഈ റോസിന് പേരുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കളായിട്ടുള്ള നല്ലൊരു ട്രൂ റെഡ് കളർ റോസാണ് ഈ വാണ്ടഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. 3 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള റോസാണ്, അത്രയും വലിപ്പവും കൊറിയർ ചാർജും വരും. നിങ്ങൾക്ക് ഈ വലിയ പ്ലാന്റ്സ് അയച്ചു വരുമ്പോൾ അത്യാവശ്യം മണ്ണ് അതിൽ വെച്ചിട്ടാണ് കേട്ടോ അയക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വെയിറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് പ്ലാന്റ്സ് റേറ്റ് കൂടാണ്ട് നിങ്ങൾക്കൊരു കൊറിയറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഒരു എമൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ നല്ല റെയർ വെറൈറ്റീസിൻ്റെയൊക്കെ ഒരു സെയിൽ വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ട് നോർമൽ സൈസ് വീഡിയോ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ റോസുകളുടെ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ അതേ പൂക്കളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ് അത്. അപ്പോൾ സെയിലിനായിട്ടുള്ള 3 പ്ലാന്റ്സ്, 3 പോട്ട് നമുക്കുള്ള 3 എണ്ണം ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. പ്ലാൻ സൈസ് എല്ലാം വീഡിയോ നോക്കി നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അതുപോലെ തന്നെ പ്രീ ഓർഡർ ഉള്ള റോസാണിത്. പ്രീ ഓർഡർ വഴി ഇതിൻ്റെ ഓർഡർ എടുക്കും. നമുക്ക് ഓരോ പ്രാവശ്യം സ്റ്റോക്ക് വരുമ്പോഴും 2 or 3 പ്ലാൻസ് ഒക്കെ വെച്ചിട്ടാണ് വലിയ പ്ലാൻസ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് പ്രീ ഓർഡറുകാർക്ക് അവർക്കാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രീ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻസേ സെയിൽ വീഡിയോയിൽ കാണിക്കുകയുള്ളൂ. അതാണ് പ്രീ ഓർഡർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പീച്ച് റോസ് വെറൈറ്റിയാണ്. അതൊരു നാടൻ റോസാണ് കേട്ടോ. നല്ലൊരു നാടൻ റോസാണ്, ഒത്തിരി പൂക്കൾ തരുന്ന, അതും കുലകുലയായിട്ട് പൂക്കൾ തരുന്ന ഒരു റോസാണ്. ഇതിപ്പോൾ ഒരു കമ്പിൽ ഒരു ഇതിൽ വന്നിട്ടുള്ള കുറേ മുട്ടുകളും പൂക്കളുമാണ് ഈ കാണുന്നത്. ഇനിയും മുട്ടുകൾ വിരിയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒത്തിരി സെയിൽ ചെയ്യപ്പെട്ട് പോയിട്ടുള്ളതും നമ്മുടെ കാറ്റലോഗിൽ നിന്ന് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു പീച്ച് റോസാണിത്. ഈ റോസിൻ്റെ ഐഡിയ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനെപ്പോഴും പീച്ച് റോസ് എന്നും പറഞ്ഞാണ്, നാടൻ പീച്ച് റോസ് എന്നും പറഞ്ഞാണ് സെയിൽ ചെയ്യാറ്. നല്ലൊരു സുന്ദരി റോസാണ്, വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീ ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. നമ്മുടെ കാറ്റലോഗിൽ 120 120ൻ്റെ പ്ലാന്റ് അല്ല ഇപ്പോൾ വന്നേക്കുന്നത്, 150ൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ വലിയ റോസിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാറില്ല, അത് സൈസ് അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചതിന് ചോദിക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ പറയുന്ന റേറ്റിൻ്റെ ഏറ്റവും ചെറിയ സൈസ് ആയിരിക്കും. അതായത് വലിയ റോസാ ചെടിയിൽ തന്നെ സ്റ്റാർട്ടിങ് സൈസാണ് വീഡിയോയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതും അതിൽ കൂടുതൽ സൈസ് ഉള്ളതായിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പീച്ച് റോസ് കണ്ടോ, ഒത്തിരി പൂക്കൾ തരുന്നതാണ്. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ പൂക്കളാണ് കേട്ടോ. നാടൻ റോസ് ആയതു നാടൻ ബഡ്ഡിങ്ങിലാണ്. പിന്നെ കൂടുതൽ ആൾക്കാരും ഓൺ റൂട്ട് ചോദിച്ചു വരുന്നവരുണ്ട്. നാടൻ ബഡ്ഡിങ് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2 years അടുപ്പിച്ചായി ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. കൂടുതലും നാടൻ ബഡ്ഡിങ് റോസാണ്, ഞാൻ ഓൺ റൂട്ട് അങ്ങനെ എടുക്കാറേ ഇല്ല. നാടൻ ബഡ്ഡിങ് റോസാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് നാടൻ ബഡ്ഡിങ് റോസ്. പിന്നെ ഒത്തിരി വെറൈറ്റീസ് വരുന്നതും ഒരുപാട് ഫോറിൻ റോസൊക്കെ ഈ നാടൻ വെറൈറ്റിയിലാണ്, നാടൻ ബഡ്ഡിങ്ങിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്തതൊരു
അടിപൊളി റോസാണ് എൻ്റെ പൊന്നോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐഡി ചോദിച്ചിട്ട് നിങ്ങൾക്ക് സമ്മാനം തന്നായിരുന്നു. അത് സീറ്റ് അവലാഞ്ചി റോസിൻ്റെ ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ സീറ്റ് അവലാഞ്ചി റോസിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കളറിൻ്റെ ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള റോസാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് സ്വീറ്റ് അവലാഞ്ചി അല്ല, അത് വേറെ എന്തോ വെറൈറ്റിയാണ്. അപ്പോൾ ഐഡിയ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കൊടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ ഒരു ലീവ്സിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഇലകളാണ്, നിറച്ച് പൂക്കളുണ്ടാവുന്നതാണ് കേട്ടോ. പെറ്റൽസ് നല്ല പഞ്ഞി പോലത്തെ പെറ്റൽസ് അടുക്കടുക്കായിട്ട്, ശരിക്കും ഒരു റോസാപ്പൂവിൻ്റെ കറക്റ്റ് ഷേപ്പും ഇതൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒത്തിരി മുട്ടുകളൊക്കെ ഉണ്ട്. നാടൻ ബഡ്ഡിങ്ങിലുള്ളൊരു നാടൻ റോസാണ്. അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റി വന്നിട്ടുള്ളതാണ്. ഐഡിയ എനിക്കറിയില്ല. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ സ്വീറ്റ് അവലാഞ്ചയും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടും സുന്ദരി റോസാണ് കേട്ടോ. അപ്പോൾ മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ റോസ് നല്ലൊരു വെറൈറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്ന വലിയ ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ, മൊട്ട് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നമുക്ക് സ്വീറ്റ് അവലാഞ്ചയുടെ റോസും കൂടി കാണിച്ചു തരാം കേട്ടോ. സ്വീറ്റ് അവലാഞ്ചയൊക്കെ പെറ്റൽസ് കുറച്ചും കൂടി ഹാർഡാണ്, അതുപോലെ തന്നെ പെറ്റൽസ് കുറവാണ്. ഉള്ള പെറ്റൽസ് വലിപ്പമുള്ളതും അത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു റോസ് എന്ന് പറയുമ്പോഴത്തേക്കും തിക്കായിട്ടുള്ള പെറ്റൽസിൻ്റെ കൗണ്ട് കൂടുതലാണ്, പെറ്റൽ കൗണ്ട് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലത്തെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് സീറ്റ് അവലാഞ്ച കാണിച്ചു തരാം, ഇതേ ഒരു കളറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സീറ്റ് അവലാഞ്ചയുടെ ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച റോസായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. അതുകൊണ്ടാണ് ഞാൻ വളരെ വിശദീകരിച്ച് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്വീറ്റ് അവലാഞ്ചയൊക്കെ ചെറിയ കവറുകളിലൊക്കെ കിട്ടാറുണ്ട്. അതങ്ങനെ പിടിച്ച് കിട്ടാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചെറിയ കവർ റോസുകൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും എടുക്കാറില്ല. കൂടുതലും മദർ പ്ലാന്റ്സ് ട്രീ റോസുകൾ അത് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ മദർ പ്ലാന്റ്സ് കുറേ റോസുകളൊക്കെ ഞാൻ പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ കയ്യിലുള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ റെയറെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രീ റോസ് അല്ലെങ്കിൽ മദർ പ്ലാന്റ് ഇത്രയും വലിപ്പമുള്ള റോസുകൾ കിട്ടുന്നത് അപൂർവമായിട്ടായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വീറ്റ് അവലാഞ്ചയുടെ ഈ ഒരു വെറൈറ്റി കവർ റോസുകളിലൊക്കെ കിട്ടുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് മദർ പ്ലാന്റ്സ് ആണ്. അടിപൊളി വലിയ പൂക്കളുണ്ടാവുന്ന റോസ് പ്ലാന്റ് ആണിത്. നേരത്തെ കണ്ട വെറൈറ്റി വേറെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഇത് ഇലകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള ഇലകളൊക്കെ ഉള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഈ സ്വീറ്റ് അവലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ തന്നെ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അറ്റത്തിരിക്കുന്ന റോസുകൾ തീർത്തും വ്യത്യാസമുള്ളതാണ്. ഒരു നാടൻ ഇലകളും അതുപോലെ തന്നെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു റോസാണത്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന സ്വീറ്റ് അവലാഞ്ചി എന്ന് പറഞ്ഞ റോസ് ഇത്തിരി സ്റ്റൈൽ കൊണ്ട് തന്നെ കുറച്ച് വിദേശി റോസിൻ്റെ ഒരു ടൈപ്പാണ്. പക്ഷേ സ്വീറ്റ് അവലാഞ്ചി കോമൺ ആയിട്ട് കിട്ടുന്ന റോസാണെന്നാണ് പറയുന്നത്, ചെറിയ ടൈപ്പ് കേട്ടോ. നമുക്ക് മദർ പ്ലാന്റ് ആണ് വരുന്നത്, അത് റെയർ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. മദർ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറച്ചേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആർക്കും കിട്ടുന്നത്. അപ്പോൾ പിന്നീട് ഓർഡർ എന്ന് ചിന്തിക്കരുത്, പെട്ടെന്ന് തന്നെ വാങ്ങാം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് മെയ്ഡ് ഓഫ് ഹോണർ എന്ന് പറഞ്ഞ റോസാണ്. ലാർജ് ഫ്ലവർ ആണ്, അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ യെല്ലോ കളറാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, നല്ല വലിപ്പമുള്ള. ഇപ്പോഴും അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഒരു മൊട്ടായിട്ടാണത് നിൽക്കുന്നത്, വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മിനി ട്രീ ആണ് കേട്ടോ ഇത്. ട്രീ റോസാണ്, മദർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ട്രീ റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ആകെ 2 പ്ലാന്റ്സേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് 2 പ്ലാന്റ് 3 പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്കത് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. കാരണം അത്രയും റേറ്റ് ആ റോസിന് വരാറുണ്ട്. അങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രീ ഓർഡർ വഴി ഓർഡർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള വെറൈറ്റി റോസുകളുടെയൊക്കെ ചെറിയ റോസുകൾ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടുന്നത് ഏറ്റവും കുഞ്ഞു കവറിൽ ഏറ്റവും മോശമായ ഒരു ബഡ് ചെയ്തേക്കുന്ന ഒരു സ്റ്റേജിലാണ് എനിക്ക് കിട്ടാറ്. ഇങ്ങനെയുള്ള മദർ പ്ലാന്റ് ട്രീ റോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബഡിങ് തന്നെ നല്ല രീതിയിലോട്ട് കറക്റ്റായിട്ട് ആ പ്ലാന്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ചേർന്ന് ബഡൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയേക്കുന്ന റോസുകളാണ് ഈ വലിപ്പമുള്ള ഇതിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ വെറൈറ്റികൾ ഞാൻ കൊണ്ടുവരാത്തത്. അത് എനിക്ക് പാക്ക് ചെയ്യാൻ പോലും കറക്റ്റായിട്ട് പറ്റില്ല. അങ്ങനത്തെ പ്ലാന്റ്സൊക്കെ ചെറിയ വെറൈറ്റീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും കുഞ്ഞു കവറിൽ ഒറ്റ ഒരു ബഡിൻ്റെ ഒരു കമ്പിൽ ഒറ്റ ഒരു ബ്രാഞ്ചായിട്ട് ചെറുതായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള റോസുകളുടെ പ്ലാന്റ്സൊക്കെ എത്തുന്നത് കേട്ടോ.
ഇനിയാണ് ഈ വീഡിയോയിൽ ഏറ്റവും തരംഗമായിട്ടുള്ള ഒരു വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടാവുമെന്ന്. പക്ഷേ ആ വെറൈറ്റിയെ ഞാൻ കൊടുത്തേക്കുന്നത് ഏറ്റവും വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഭാഗത്തായിട്ടാണ്. നമ്മുടെ പർപ്പിൾ റോസിൽ ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഏഞ്ചൽ ഫേസ് റോസാണ് കേട്ടോ ഇത്. അത്ര സുന്ദരി റോസാണ്. ഈ റോസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളത് കാണാണ്ട് പോകരുത്. എന്താണ് ഏഞ്ചൽ ഫേസ് റോസ്, അതെങ്ങനെ ഉണ്ടായതാണ്, എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പർപ്പിൾ റോസ് ഞാൻ എൻ്റെ ഗാർഡനിൽ സെയിൽ ചെയ്തിട്ടില്ല. ഇലകളാണെങ്കിലും പൂക്കളാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോസാണ്. ഇതിൻ്റെ അപ്പുറത്ത് അടുക്കടുക്കായിട്ട് കാണുന്ന മറ്റൊരു പർപ്പിൾ റോസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഏഞ്ചൽ ഫേസ് റോസ് എന്ന് പറയുന്നത്. നല്ല സുന്ദരിയായിട്ടുള്ള വലിയ പൂക്കളുള്ള റോസാണ്. ഇത് വേറൊരു റോസാണ് കേട്ടോ. ഇത് ഏഞ്ചൽ ഫേസ് റോസ് അല്ല. ഈ ഒരു ഏഞ്ചൽ ഫേസ് റോസിൻ്റെ ഒരു പ്രത്യേകത വളരെ വലിയ ഫ്ലവറാണ്. കണ്ടോ, നല്ല വലിയ ഫ്ലവറാണ്. ഈ റോസ് ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങളിത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ റോസ് നല്ല ഉണ്ട, ഞാനിപ്പോൾ പറയുന്ന ഏഞ്ചൽ റോസ് നല്ല ഉണ്ട റോസാണ്. മറ്റേ പർപ്പിൾ റോസ് അതിൻ്റെ ഇടയിലായിട്ട് വന്നിരിക്കുന്നതാണ്. കണ്ടോ, ദൈവം ഇവള് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയേക്കുവാണ് കേട്ടോ, വീഡിയോൻ്റെ ഇടയിൽ. പക്ഷേ ഈ ഒരു റോസും വെറൈറ്റി റോസാണ്. അത് സെയിലിനില്ല കേട്ടോ. അത് ഞാൻ എടുക്കുന്ന റോസാണ്. കാരണം എനിക്ക് വെറൈറ്റി ആയിട്ട് ഒരു പീസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തു ആ റോസ്. അതുകൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. ഏഞ്ചൽ ഫേസ് റോസിനെ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ബാക്കി റോസുകളൊക്കെ 1, 2, 3 പീസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഏഞ്ചൽ ഫേസ് റോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി അല്ല, കുറച്ച് റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഏറ്റവും റേറ്റുള്ള റോസാണ് ഏഞ്ചൽ ഫേസ് റോസും പിന്നെ നമ്മൾ ആദ്യം കാണിച്ച റെഡ് ട്രീ റോസ് കേട്ടോ. അത് അതിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഏഞ്ചൽ ഫേസ് റോസിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ് ഒരു സൈസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ തന്നെ വലിയ നമുക്ക് മദർ പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏഞ്ചൽ ഫേസ് റോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് പർപ്പിൾ റോസ് ഉണ്ട്. ഞാൻ പർപ്പിൾ റോസ്, ലാവൻഡർ റോസ് ഒക്കെ നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലൂ മൂൺ വെറൈറ്റിയിൽ പെട്ടതാണ് ഞാൻ കൂടുതലും സെയിൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ഒരു പുതിയ റോസ് കിട്ടിയപ്പോഴത്തേക്കും വളരെ സന്തോഷമായിരുന്നു. ഇതെങ്ങനെയെങ്കിലും മുട്ടുകളാർന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിരിഞ്ഞിട്ട് വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കേട്ടോ വെയിറ്റ് ചെയ്ത്. പിന്നെ മഴയൊന്നും കൊള്ളാണ്ട് ഇവരെ സംരക്ഷിക്കണമല്ലോ. അധികം മഴയൊന്നും അടിക്കാതെ, എന്നാലും മഴ അടിച്ചു കൊള്ളും. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കാത്തിരുന്നിട്ടാണ് കേട്ടോ ഇവരൊക്കെ ഒന്ന് വിരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഓർഡർ ചെയ്യാം, പെട്ടെന്ന് ഓർഡർ ചെയ്യണം. പുതിയൊരു വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ റോസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആരും കാണാണ്ട് പോകരുത്. അത്രയും അടിപൊളി റോസാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സൈസ് എന്ന് പറയുന്നത്. ഇതൊരു മദർ പ്ലാന്റ് സൈസാണ്. അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളി റോസാണ്. ഇനി ഇതിൻ്റെ വലിയ സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ സൈസിൻ്റെ തന്നെ ഒരു റേറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വലിയ സൈസായിട്ട് ുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം, ആരും വാങ്ങാതിരിക്കരുത്. ഇതൊക്കെ എല്ലപ്പോഴും റെയറായിട്ട്, ഇപ്പോൾ ഞാൻ ഇത്രയും നാൾ സെയിൽ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു റോസാണ്. ഇനി ഇത് അടുത്ത പ്രാവശ്യം വരുമോയെന്ന് എനിക്കറിയില്ല. ഞാനിത് പ്രീ ഓർഡർ എടുക്കുന്നില്ല, കാരണം ഇത്രയും വെറൈറ്റി എനിക്ക് വരുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത് പ്രീ ഓർഡറിലുള്ള റോസല്ല കേട്ടോ. ഇപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. നല്ല മണ്ണൊക്കെ വെച്ചിട്ട് അയക്കോളൂ, കാരണം അത്രയും റെയർ വെറൈറ്റിയാണ്. നിങ്ങൾക്കത് പിടിച്ച് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നല്ല മണ്ണൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും ഈ ഏഞ്ചൽ ഫേസ് റോസ് ഞാൻ തരുന്നത്. കാരണം ഇനിയൊരു പക്ഷേ നമുക്കിത് കിട്ടുമോയെന്നറിയില്ല. അത്രയ്ക്കും സുന്ദരിയായിട്ടുള്ള റോസാണ്. പിന്നെ ഇതുപോലെ ഇതൊക്കെ വിദേശി റോസുകളാണ്, നമ്മുടെ നാടൻ ബഡ്ഡിങ്ങിൽ വന്നേക്കുന്നതാണ്. എല്ലാവർക്കും ഡൗട്ടാണ് നമ്മുടെ ഇവിടെ പിടിച്ച് കിട്ടുമോ. പിടിച്ച് വളർത്തി പൂക്കളുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എനിക്കും സംശയമുള്ള കാര്യങ്ങളാണ്. റോസിന് അതിൻ്റേതായ രീതിയിൽ കെയറും വളങ്ങളും കൊടുക്കണം. സാധാ വളങ്ങളല്ല, നല്ല വളങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഈ റോസൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കൂടുതലും DAP ആണ് ഇതിൻ്റെ ചുവട് ഭാഗത്ത് കണ്ടേക്കുന്നത്. നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉൾഭാഗത്ത്, അതായത് ഒരു ചെളിയുടെയൊക്കെ പോട്ടിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടാണ് DAP തരികൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ DAPയും പിന്നെ അവരുടെ ആ ക്ലൈമറ്റൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത്രയും ഉഷാറായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ നടുമ്പോൾ ആദ്യം ചിലപ്പോൾ ചെറിയ പൂക്കളായിരിക്കും ഉണ്ടാകുന്നത്, കളർ ഇത്ര ഉണ്ടാവില്ല. നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇണങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇവരൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം ചിന്തിക്കരുത്. റോസ് ഏതൊരു കാലാവസ്ഥയായിട്ട് ഇണങ്ങി വരണമെങ്കിൽ അവർ നന്നായിട്ട് പൂക്കളുണ്ടാക്കി തരുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റെഡ് ഡ്രിഫ്റ്റ് റോസാണ്. നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഈ ഫെയറി റോസൊക്കെ ഇരിക്കില്ല, അതുപോലെയാണ് കേട്ടോ. അത് കുറേ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കുല കുത്തി
വൃത്തിയാണ് ഇതിൽ നിൽക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഇലകളാണെങ്കിലും പൂക്കളാണെങ്കിലും മുട്ടുകളാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റോസൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റികളാണ് ഇതെല്ലാം. അപ്പോൾ കണ്ടോ നല്ല രസമാണ് കേട്ടോ. ഇത് കുഞ്ഞു പൂവാണെന്ന് വിചാരിച്ച് കുറച്ചൊന്നുമല്ല, ഒത്തിരിയാണ് ഇതിലുള്ളത്. പിന്നെ കുറേ വിരിയാനായിട്ടുള്ള മുട്ടുകളുണ്ട്, പുതിയതായിട്ട് വരുന്ന മുട്ടുകളുണ്ട്. അങ്ങനെ നിറച്ച് തിങ്ങി നിൽക്കുന്ന ഒരു റോസാണ് കേട്ടോ റെഡ് ഡ്രിഫ്റ്റ് റോസ്. നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു റോസ് പ്ലാന്റും കൂടിയാണിത്. മറക്കാതെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നോർമൽ സൈസ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏഞ്ചൽ ഫേസ് റോസ് അല്ലാണ്ട് ഒരു വെറൈറ്റി റോസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യണം. വീഡിയോ ഒക്കെ വരുന്നേ ഉള്ളൂ. മഴയുടെ ഇടയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര താമസിക്കുന്നത് കേട്ടോ.